ഹലോ ഗൈസ്. അപ്പോൾ ഞാനിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ടൂൾ കിറ്റാണ്. ഇത് സ്പാർട്ടൻ എന്ന് പറയുന്ന കമ്പനിയുടെ മെക്ടെക് എന്ന് പറഞ്ഞ ടൂൾ കിറ്റാണ്. ഇത് വരുന്നത് 53 പീസസിൻ്റെ ടൂൾ കിറ്റാണ്. ഞാനപ്പോൾ ഇത് ഓർഡർ ചെയ്തത് ആമസോണിൽ നിന്നാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ആമസോണിൻ്റെ ലീഫ്ലെറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന കോണ്ടൻസ് എന്ന് പറയുന്നത് 53 പീസ് ടൂൾസാണ്. അതായത് ഈ കാണുന്ന പിക്ചറിൽ കാണിച്ചിരുന്ന ഈ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് അല്ലെങ്കിൽ സോക്കറ്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്കിതൊരു 53 പീസിൻ്റെ ഒരു ടൂൾ കിറ്റാണ്. അപ്പോൾ ഇതിൽ വരുന്നത് ഒരു 72 ടീത്തിൻ്റെ റാച്ചറ്റും കൂടിയാണ്. അത് പ്രിസിഷനായിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിലൊക്കെ ഈ ഒരു റാച്ചറ്റുണ്ടെങ്കിൽ പറ്റും. ചിലതിൻ്റെ ക്ലിക്സ് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ചെറിയ ടൈറ്റ് സ്പേസസിലൊക്കെ റാച്ചറ്റ് ചെയ്യുമ്പോൾ റിട്ടേൺ വരാത്തൊരു അവസ്ഥ വരും. അപ്പോൾ അതിന് നമുക്ക് കുറച്ചുകൂടി ഹയർ നമ്പർ ഓഫ് ടീത്ത് ഉള്ള ഒരു റാച്ചറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ വരുന്നതെന്ന് പറയുന്നത് 21 പീസ് ഓഫ് ബിറ്റ്സ് ആൻഡ് സോക്കറ്റ്സ് ഉണ്ട്. അതിൽ ഈ പറഞ്ഞ സൈസുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 7 പീസ് ഓഫ് ഡീപ്പ് ഡ്രൈവ് സോക്കറ്റ്സ് ഉണ്ട്. അത് 1/4 ഇഞ്ചാണ്, അതായത് 1/4 ഇഞ്ചാണ്. 13 പീസ് ഓഫ് 1/4 ഇഞ്ച് DR സോക്കറ്റ്സ് ഉണ്ട്. അതിൽ ഈ പറഞ്ഞ സൈസുകളുണ്ട്. 4, 4.5, 5, 5.5, 6, 7, 8, 9, 10, 11, 12, 13 and 14 millimeter. ഇതിൽ നമുക്ക് 1 പീസ്, അതായത് ഒരു പീസ് ഓഫ് യൂണിവേഴ്സൽ ജോയിൻ്റ് ഉണ്ട്. എക്സ്റ്റൻഷൻ ബാർ ഉണ്ട്. എക്സ്റ്റൻഷൻ ബാർ ചെറുതുണ്ട്. ഫ്ലെക്സിബിൾ എക്സ്റ്റൻഷൻ ഉണ്ട്. സ്ലൈഡിങ് ടീ ബാർ ഉണ്ട്. ക്വിക്ക് റാച്ചറ്റ് ഹാൻഡിൽ, അതായത് ഇതാണ് റാച്ചറ്റ് ഹാൻഡിൽ. പിന്നെ നമുക്ക് സ്പിന്നർ ഹാൻഡിലുണ്ട്. ബിറ്റ് അഡാപ്റ്റർ ഉണ്ട്. ആൻഡ് ബ്ലോ കേസ്, അതായത് ബ്ലോ മോൾഡ് ചെയ്തിട്ടുള്ള ഒരു കേസാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്ലാസ്റ്റിക് കേസിനെയാണ് നമുക്ക് ബ്ലോ മോൾഡ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് വേഗം ഒന്ന് അൺബോക്സ് ചെയ്യാം. നല്ലൊരു പാക്കേജിംഗ് ആണ്. അതായത് ഇങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. വേറെ കാർഡ്ബോർഡ് പാക്കേജിംഗ് ഒന്നുമില്ല, എന്നാലും കൊള്ളാം. ഇത് ഓൾറെഡി ഹാർഡ് കേസിൽ വരുന്നതുകൊണ്ട് അങ്ങനെ ഡാമേജ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഇതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത് 3899 രൂപയാണ്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. നമുക്കിങ്ങനെ മാറ്റാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ക്ലിക്ക് ടൈപ്പ് ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയാണ് വെച്ചിട്ട് അൺബോക്സ് ചെയ്യുന്നത്. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൂൾസ് കാണാൻ സാധിക്കും. ഇത് ഷിപ്പിങ്ങിൽ കുറച്ച് ഷെയ്ക്കൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പല ടൂൾസും അവിടെ ഇവിടെയും കിടക്കുന്നുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടൂൾ കിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിറ്റ്സ് വരുന്നുണ്ട്. അതാണ് ഈ ബിറ്റ്സ്. പിന്നെ ഇതാണ് നമ്മുടെ റാച്ചറ്റ് ഹാൻഡിൽ. ഇതൊരു 1/4 ഇഞ്ച്, അതായത് 1/4 ഇഞ്ച് ഓഫ് സൈസ് വരുന്ന റാച്ചറ്റ് ഹാൻഡിലാണ്. ഇത് തിരിയുമ്പോൾ കണ്ടോ, ഈ ഒരു സൈസിലാണ് ഇത് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ റിവേഴ്സൊക്കെ ചെയ്യാം. റൊട്ടേഷൻ റിവേഴ്സ് ചെയ്യാനായിട്ടുള്ളതാണ്. പിന്നെ ഈ വരുന്നത് നമ്മുടെ സ്ക്രൂ ഡ്രൈവറാണ്. അപ്പോൾ സ്ക്രൂ ഡ്രൈവറിൽ തന്നെ നമുക്ക് ഈ ഒരു ബിറ്റ്സൊക്കെ അറ്റാച്ച് ചെയ്യാം. ഡയറക്റ്റ് ഫിറ്റാണ്.
ഇങ്ങനെ അറ്റാച്ച് ചെയ്യാം, റിമൂവ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ സോക്കറ്റും നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവറായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു എക്സ്റ്റൻഷൻ സോക്കറ്റും അറ്റാച്ച് ചെയ്യാം. അതിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബിറ്റ്സും അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം. ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു സ്ക്രൂ ഡ്രൈവർ അല്ലാണ്ട് നമുക്ക് ഈ ഒരു റാച്ചറ്റും ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഈ റാച്ചറ്റിൻ്റെ റിലീസ് എന്ന് പറയുന്നത് ഈ ഒരു ബട്ടണാണ്. ഇത് ഞെക്കി പിടിച്ചിട്ടാണ് റിലീസ് ചെയ്യാനായിട്ട്. പിന്നീട് വരുന്നത് നമുക്ക് ഒരു ടീ ബാറാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നൊരു ടീ ബാറാണ്. പിന്നെ നമുക്കൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു എക്സ്റ്റൻഷൻ റോഡ് കൂടി ഉണ്ട്. ഇത് നമുക്ക് ചില സ്ഥലത്തൊക്കെ ഫ്ലെക്സിബിളായിട്ട് എത്തിക്കേണ്ടി വരും, അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നമുക്ക് ഈ പറഞ്ഞ റാച്ചറ്റും കണക്ട് ചെയ്യാം, ഒപ്പം ഈ സ്ക്രൂ ഡ്രൈവറും കണക്ട് ചെയ്യാം. പിന്നീട് വരുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഡീപ്പ് സോക്കറ്റ്സ് ആണ്. അതായത് കുറച്ചുകൂടി നമുക്ക് ഡീപ്പായിട്ടുള്ള ഏരിയാസിൽ ഉള്ള നട്ട്സും ബോൾസൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സോക്കറ്റ്സ് യൂസ് ചെയ്യാം. ഡിഫറെൻറ്റ് സൈസിൽ വരുന്നുണ്ട്. 6, 7, 8, 9, 6, 7, 8, 10, 12, 13 mm ആൻഡ് 14 mm വരുന്നുണ്ട്. പിന്നെയാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് വരുന്നത്. വളരെ നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലായിട്ടാണ് തോന്നുന്നത്. ബാക്കിയുള്ളതൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ അഭിപ്രായം പറയാം. ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസിങ്സ് ഒക്കെ വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് സോക്കറ്റ്സ്, നോർമൽ സൈസ് സോക്കറ്റ്സ് ആണ്. എല്ലാം ഈ 1/4 ഇഞ്ച് ഡ്രൈവ് ആണ് എല്ലാത്തിലും വരുന്നത്. പിന്നെ ഒരു 3 അലൻ കീസ് സ്മോൾ സൈസ് ഉള്ളത് കൊടുത്തിട്ടുണ്ട്, അതും നല്ലൊരു അഡീഷനാണ്. അപ്പോൾ ടോട്ടലായിട്ട് ഒരു 53 പീസ് ഐറ്റംസ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ സോക്കറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഡിവിജ്വലി പർച്ചേസ് ചെയ്യാൻ കിട്ടും. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റോറേജ് കേസ് ഇല്ലാത്തതുകൊണ്ട് പല സോക്കറ്റ്സും ബിറ്റ്സൊക്കെ നമുക്ക് മിസ്സായി പോവുകയും പലതും പല സ്ഥലത്തൊക്കെ എടുത്തു വെച്ചിട്ടുള്ള അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു സോക്കറ്റ് സെറ്റ് വാങ്ങുന്നതാണ് നല്ലത്. ഇത് പിന്നെ നമുക്ക് ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ബാഗിനകത്ത് വെച്ച് കൊണ്ടുപോകാം, മൈനർ റിപ്പയേഴ്സിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ എനിക്കിത് നല്ലൊരു ടൂൾ കിറ്റായി തോന്നി, അതുകൊണ്ടാണ് ഞാനിവിടെ ഇത് വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.